വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി ജെ വിൻസെന്റ് കൂടി ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം അത്ര വേഗമൊന്നും അവസാനിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഇറാൻ വഴങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിലേക്കൊരു കാര്യങ്ങളേക്ക് അടുക്കുമ്പോൾ സമവായത്തിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ച കൂടി നടക്കാനിരിക്കുന്നൊരു സമയമാണ്. ഇതിലെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? യുദ്ധം ഒരുപക്ഷെ അവസാനിച്ചേക്കാം, പക്ഷെ സംഘർഷാവസ്ഥ തുടരും. കാരണം ഇത് ചരിത്രപരമായി വേരുകളുള്ള ഒരുപക്ഷെ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു സംഘർഷത്തിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴത്തെ ഫ്ലെയർ അപ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഫെബ്രുവരി 28 ആരംഭിച്ച ബോംബിംഗ്, അതുപോലെ നേരിട്ടുള്ള യുദ്ധം, അത് തൽക്കാലത്തേക്ക് 2 ആഴ്ചത്തേക്കും നിർത്തിവെച്ചതാണ്. ഒരുപക്ഷെ അത് തുടർന്നേക്കാം. അത് തുടരുമ്പോഴും സംഘർഷാവസ്ഥ ശക്തമായി അവിടെ നിലനിൽക്കും. എപ്പോൾ വേണമെങ്കിലും ഒരു ഹോട്ട് വാർ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലെബനൻ സംഘർഷമായിരുന്നു കാര്യം. അപ്പോൾ ലെബനനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിലേക്ക് പോയതുകൊണ്ട് സംഘർഷം ലഘൂകരിക്കാനുള്ള സാധ്യത കൂടി വരികയാണ്. അതേസമയം മേഖലയിൽ അമേരിക്കയുടെ നാവൽ ബ്ലോക്കേഡ് തുടരുന്നു. മാത്രമല്ല കൂടുതൽ ഫോഴ്സസ് അവിടേക്ക് വിന്യസിക്കപ്പെടുന്നുണ്ട് അമേരിക്ക. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിനുള്ള സൂചനയായി അതിനെ കാണേണ്ടതില്ല. മറിച്ച് ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാക്കി അമേരിക്ക നിശ്ചയിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. ഏതായാലും ചർച്ച പുരോഗമിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിന്റെ മറ്റിതര മേഖലയിൽ ഈ ഓയിലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രക്രിയ മുഴുവനും ഏറെക്കുറെ സ്തംഭിച്ച ഒരു അവസ്ഥയുണ്ട്. അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനമായും തുറമുഖങ്ങളാണ്. ഈ പേർഷ്യൻ ഗൾഫിലുള്ള തുറമുഖങ്ങള് ഫുൾ ഫ്ലെഡ്ജായിട്ട് പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തിലധികമായി. വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഒഴികെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യം സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത വിധം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തേണ്ടത് ഇപ്പോൾ ലോകത്തിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ട്. വൻശക്തി രാഷ്ട്രങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു, ചൈനയും റഷ്യയും. അതുകൊണ്ട് ഇനിയൊരു ഹോട്ട് വാറിനുള്ള സാധ്യത ഒത്തിരി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇറാന് വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കാൻ സാധിച്ചത് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയോടുകൂടിയാണ്. ചൈനയുടെയും റഷ്യയുടെയും ഉപഗ്രഹാധിഷ്ഠിത ഇന്റൽ വളരെ സൂക്ഷ്മതയോടുകൂടി സഹായിച്ച് നടത്താൻ ഇറാനെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ഘടകങ്ങൾ അമേരിക്കയെയും ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്ന ഒന്നാണ്. സൈനികമായിട്ടും തന്ത്രപരമായും അതുപോലെ ഇന്റൽ വൈറ്റൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ടും ഇറാനെ സഹായിക്കുന്നതോടൊപ്പം അന്താരാഷ്ട്ര വേദികളിൽ ഇറാന് വേണ്ടി വീറ്റോ പ്രയോഗിക്കുവാനും ചൈനയും റഷ്യയും തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഈ സാഹചര്യം സമാധാന പ്രക്രിയ അല്ലാതെ ഒരു സൈനിക പരിഹാരം അസാധ്യമാണ് എന്ന വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. അപ്പൊ സൈനിക പരിഹാരം എന്നത് ഒരു അസാധ്യമാണ് എങ്കിൽ തന്നെ സമാധാന പ്രക്രിയ തന്നെ മാർഗമുള്ളൂ. ഇറാൻ ലെബനനിലെ വെടിനിർത്തലും അതിലേക്ക് തന്നെയാണ് സൂചന നൽകുന്നത്. അതുകൊണ്ട് ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണല്ലോ പറയുന്നത്. യുദ്ധം ഇപ്പോൾ തുടങ്ങും എന്ന പ്രതീതി ജനിപ്പിക്കുകയും അൾട്ടിമേറ്റം കൊടുക്കുകയും ചെയ്യുകയും അതിൻ്റെ അകത്തുനിന്ന് ഏകപക്ഷീയമായി പിന്മാറിക്കൊണ്ട് വീണ്ടും ചർച്ചയിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സവിശേഷ നയതന്ത്ര ശൈലിയാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധം ഇനിയും ഒരു ഹോട്ട് വാർ എന്ന നിലയ്ക്ക് അത് ഉണ്ടാകും എന്ന് ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. അതേസമയം വളരെ സംഘർഷാത്മകമായ ബന്ധങ്ങളാണ് ഇറാനും ഗൾഫിലെ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത്, ഇറാൻ അമേരിക്കയുമായിട്ടും നിലനിൽക്കുന്നത്. അതുപോലെ അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർച്ച് എനിമി എന്ന നിലയിൽ ഇറാൻ കാണുന്നു. ഇറാനെയും അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതേസമയം അതിന് പുറമെയാണ് ഗൾഫിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെ ആഴത്തിലുള്ള സംഘർഷാത്മകമായ ബന്ധം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൂടി പരിഗണിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിലേക്ക് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല. ആ ദിശയിൽ കാര്യങ്ങൾ വികസിക്കുമെന്ന് മാത്രമേ ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് കരുതാൻ കഴിയൂ. ശരി, വളരെ നന്ദി സാർ പ്രതികരിച്ചതിന്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.